ശ്രീരാമനെ എനിക്കറിയില്ല, എനിക്ക് രാവണനെ അറിയുള്ളൂ. അപ്പോൾ രാവണനെ ഹീറോയാക്കി കാണുന്ന വേടൻ എന്ത് തരം ജാതീയതയ്ക്കെതിരെയാണ് പ്രസംഗിക്കുന്നത്? ഇതാണ് സംഘപരിവാറിൻ്റെ ഒരു നറേറ്റീവ്. കുറേ നാളായിട്ട് വാട്സപ്പിലൊക്കെ ഓടുന്ന നറേറ്റീവാണ്. അതിന് കാരണം രാവണൻ ഒരു ബ്രാഹ്മണനാണ്. അദ്ദേഹത്തിൻ്റെ അച്ഛൻ ഒരു സന്യാസിയായിരുന്നു, ഒരു മുനിയായിരുന്നു. അപ്പോൾ അദ്ദേഹം ബ്രാഹ്മണനാണ്. അപ്പോൾ രാവണനെ ഹീറോയാക്കുന്ന വേടൻ എങ്ങനെയാണ് ജാതി വ്യവസ്ഥയ്ക്കെതിരെ സംസാരിക്കുക എന്നുള്ളതാണ് വലിയ ലോജിക്കോട് ചോദിക്കുന്ന ചോദ്യം. ആ ചോദ്യത്തിൽ തന്നെ ഉണ്ട് അതിൻ്റെ പൊള്ളത്തരം. അതിൻ്റെ കാരണം വെച്ചാൽ ഒന്ന്, ബ്രാഹ്മണ്യം എന്ന് പറയുന്നത് കർമ്മത്തിലൂടെ നേടേണ്ട ഒന്നാണ് എന്നാണല്ലോ വിശ്വാസം. ജന്മന അല്ല, ബ്രാഹ്മണ്യം കർമ്മത്തിലൂടെയാണ് നേടേണ്ടത് എന്നാണ് ഒരു വിശ്വാസം. രാവണൻ എന്തുകൊണ്ടാണ് ഒരു രാക്ഷസ രാജാവായിട്ട് കാണപ്പെടുന്നത്? എന്നാൽ അദ്ദേഹത്തിൻ്റെ അമ്മ രാക്ഷസൻ എന്ന് പുരാണങ്ങളിൽ രേഖപ്പെടുത്തപ്പെട്ട ആളുടെ ആളാണ്. മറ്റേ മുനിയാണെങ്കിൽ അമ്മ രാക്ഷസൻ. അപ്പോൾ അദ്ദേഹത്തിന് ഏത് ലീനിയേജും ഏറ്റെടുക്കാൻ കഴിയും. മറ്റൊന്ന്, രാവണൻ സ്വന്തം പ്രവൃത്തികളാൽ അദ്ദേഹത്തിൻ്റെ ബ്രാഹ്മണ്യം കളഞ്ഞു കുളിച്ച ആളാണെന്ന് പറയുന്നു. അങ്ങനെയാണെങ്കിലും അദ്ദേഹം ബ്രാഹ്മണനല്ലാതെ മാറിയല്ലോ. അപ്പോൾ ആദ്യം തന്നെ അവിടെ അതിൻ്റെ പൊള്ളത്തരം കഴിഞ്ഞു. രണ്ടാമത്തെ കാര്യം, ഇത് സർക്കാർ വേദികളിൽ വേടനെ പ്രാതിനിധ്യം കൊടുക്കുക, അദ്ദേഹത്തിനെ അതിൽ പങ്കെടുപ്പിക്കുക, ഇനി അക്കാഡമിക് പുസ്തകങ്ങളിൽ പാഠ്യപദ്ധതികളിൽ കൂടി അദ്ദേഹത്തെ ഉൾപ്പെടുത്തുക എന്നുള്ളത് തീർച്ചയായിട്ടും ഈ ജാതി ഉള്ളിൽ കൊണ്ടു നടക്കുന്ന ആൾക്കാരെ വല്ലാതെ അസ്വസ്ഥപ്പെടുത്തും, വലിയ തോതിൽ അസ്വസ്ഥത ഉണ്ടാക്കും. കാരണം ഇതുവരെ അദ്ദേഹത്തിൻ്റെ ജനപിന്തുണ, പ്രത്യേകിച്ചും യൂത്തിനിടയിലുള്ള അദ്ദേഹത്തിൻ്റെ ജനപിന്തുണയാണ് പ്രശ്നമായിരുന്നെങ്കിൽ ഇതങ്ങനെയല്ല. നാളെ മുതൽ നമ്മൾ പഠിക്കാൻ പോവുകയാണ്.